എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സുജന. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ യൂട്യൂബ് ജേർണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8 months 9 months ഒക്കെ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രോപ്പറായി ഞാൻ വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 8 months 9 months ഒക്കെ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയായിട്ടും ഇപ്പം എൻ്റെ ചാനലിൽ വലിയ ഗ്രോത്ത് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ മെയിനായിട്ട് എൻ്റെ ചാനൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിൻ്റെ കാരണം നെഗറ്റീവ് കമൻറ്റ്സ് തന്നെയാണ് കേട്ടോ. നെഗറ്റീവ് കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് യൂട്യൂബിൽ നിന്നുള്ള നെഗറ്റീവ് കമൻറ്റ്സ് ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആൾക്കാർ നമ്മളറിയാത്ത ഒരാൾ വന്ന് നമ്മളെ കുറ്റം പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് കുറച്ച് വ്യൂസേ ഉള്ളൂ, അതിൽ കൂടുതലും ഷോർട്സിനാണ് വ്യൂസ് കിട്ടുന്നത്. ഷോർട്സ് എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇടുന്നത് കോമഡി ഷോർട്സാണ്. അതുകൊണ്ട് അത്രയ്ക്കും എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടില്ല. ലോങ് വീഡിയോസ് എന്ന് പറയുമ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് പേരും മാത്രമേ എൻ്റെ ലോങ് വീഡിയോസൊക്കെ കാണുന്നുള്ളൂ. നെഗറ്റീവ് കമൻറ്റ്സ് എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സ്, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, അങ്ങനെയുള്ള കുറച്ച് പേരിൽ നിന്നാണ് നമുക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് അറിയാത്തവർ നമ്മളെ കുറ്റം പറഞ്ഞാലും നമുക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അറിയുന്നവർ തന്നെ നമ്മളെ കുറ്റം പറയുമ്പോഴായിരിക്കും നമ്മൾക്ക് അത് അവർ നമ്മളോട് പറയുമ്പോൾ തന്നെ നമ്മൾക്കൊരു വിഷമം ഉണ്ടാവില്ലേ. അങ്ങനെ ഒരു ഇതാണ് കേട്ടോ എനിക്കുള്ളത്. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരാളാണ്. ഞാൻ ഒരു 3 years 4 years ഒക്കെ ആയിട്ടുണ്ടാവും. ടിക്ടോക്ക് തുടങ്ങി ടിക്ടോക്ക് ബാൻ ചെയ്ത ഒരു സമയത്ത് ആയിരുന്നു ടിക്ടോക്കിൽ എല്ലാവരും യൂട്യൂബിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും ഈ യൂട്യൂബിലേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ഞാൻ യൂട്യൂബിലേക്ക് വന്നില്ല. കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ എനിക്കെൻ്റെ വോയിസ്, എൻ്റെ സൗണ്ട് എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ യൂട്യൂബിലാകുമ്പോൾ എല്ലാവരും ഓൺ വോയിസാണ് ഇടുന്നത്. അപ്പം എനിക്കും അന്ന് ഇഷ്ടമല്ല എൻ്റെ സൗണ്ട് വേറൊരാൾ കേൾക്കുമ്പോൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ ആർക്കെങ്കിലും വാട്സപ്പിലൊക്കെ വോയിസ് മെസ്സേജ് അയച്ചപ്പോൾ ഞാനത് കേൾക്കാറില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ വീഡിയോസ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ പോലും എൻ്റെ സൗണ്ട് ഞാൻ കേൾക്കില്ല. അങ്ങനെയുള്ളൊരു ആളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് അതിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ യൂട്യൂബ് ചാനൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ കുറച്ചൊക്കെ ആയിട്ട്, അതായത് ഒരു 1 year 2 year ഒക്കെ ആയിട്ട് ഞാൻ ഫുൾ ഫാമിലി വ്ളോഗേഴ്സിൻ്റെയൊക്കെ വ്ളോഗ് ഇരുന്ന് കാണുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഡേ ഇൻ മൈ ലൈഫ്, ഡെയിലി വ്ളോഗ്സൊക്കെ ഞാൻ കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നി എനിക്കിതുപോലെ വീഡിയോസൊക്കെ ഇടാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന്ന് ഏണിങ്സ് കിട്ടുമെന്ന് വിചാരിച്ച് ഇതൊന്നുമല്ല ഞാൻ ഡെയിലി ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് ഇതിന്ന് ഏണിങ്സ് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നില്ല എനിക്കിതൊന്നും എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മൾക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ പോലും എനിക്കത് തോന്നുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. എന്നാലും എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്, ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും പറയുന്നതാണ്, ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് ക്ലാരിറ്റി ഇല്ല, ക്ലിയർ ഇല്ല എന്നുള്ള പ്രശ്നമൊക്കെ. അപ്പോൾ അതിപ്പോൾ എനിക്കും കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ സാധാ നമ്മുടെ മൊബൈലിലാണ്, നോർമൽ ഒരു റിയൽമീൻ്റെ മൊബൈലിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്. അപ്പോൾ അത്ര ക്യാമറ ക്ലാരിറ്റി അതിന് വരുള്ളൂ, അത്ര ക്ലിയറേ ഉള്ളൂ. അതാണ് ഇപ്പോൾ പ്രശ്നം. അപ്പം അവർ പറയുന്നത് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം നമ്മളാണെങ്കിൽ പോലും, ഞാനാണെങ്കിൽ പോലും നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോസൊക്കെയാണ് കൂടുതൽ പേരുടെയും ക്യാമറ വെച്ച് യൂസ് ചെയ്യുന്ന വ്ളോഗേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ വ്ളോഗും നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോസൊക്കെയാണ് നമ്മളും കൂടുതലായിട്ടും കാണാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇവർ പറയുന്നതിൽ നമുക്ക് തെറ്റ് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ചിലവരൊക്കെ പറഞ്ഞു ഞാൻ സംസാരിക്കുന്ന സൗണ്ട് കുറച്ചുകൂടെ ഒച്ചത്തിൽ സംസാരിക്കണം, പറയുന്നത് കേൾക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നം. ഇപ്പോൾ ഞാൻ കുറച്ചായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരാളുടെ ഫ്രണ്ടിൽ പോയി നിന്ന് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയാൻ സംസാരിക്കാനുള്ള ഒരു ഇതായിട്ടില്ല എനിക്ക്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുതലും വീഡിയോസ് കവർ ചെയ്ത ശേഷം നമ്മൾ വോയിസ് ഓവർ കൊടുക്കാറാണ് പതിവ്. അല്ല ഇതുപോലെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഞാൻ വാതിലൊക്കെ അടച്ച് റൂമിൻ്റെ ഉള്ളിൽ വന്ന് ഫാനൊക്കെ ഇട്ടിട്ട് പുറത്ത് ആൾ കേൾക്കാതെ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അതായത് സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയുന്നത്. പക്ഷെ ഞാൻ കൂടുതലും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാവരും പറഞ്ഞു എന്താണ് നീ എപ്പോഴും, പിന്നെയും കൂടുതൽ പേര് പറയും എന്താണ് നീ എപ്പോഴും ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എടുത്ത് ബ്ലോഗാക്കി ഇടുന്നത്, അതാരെങ്കിലും കാണുമോ അങ്ങനെയുള്ളത്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നോട് പറയാറുണ്ട്, ഇപ്പോൾ
വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തിനാ നീ ഷൂട്ട് ചെയ്തിട്ടിരുന്നത്, അതാര് കാണാനാണ്? എന്തെങ്കിലും കണ്ടന്റ് ഇപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വല്ല കണ്ടന്റ് ഇട്ടൂടെ എന്ന് ഏട്ടൻ തന്നെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏട്ടൻ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നത് വീഡിയോസ് എടുക്കുന്നത് ഏട്ടന് ഇഷ്ടമല്ല. അപ്പോൾ ഏട്ടൻ പറയും, അപ്പം ഞാൻ ചില സമയത്ത് വാട്ടയേറ്റിനെ എടുക്കാമെന്ന് പറഞ്ഞ് ഫുഡ് എന്തെങ്കിലും റെഡിയാക്കുമ്പോൾ അങ്ങനെ പോയി എടുക്കുക. അപ്പോൾ ഏട്ടൻ പറയും, എന്തിനാ നീ അത് കാണിക്കുന്നത്? അതുപോലെ കുറച്ച് കാര്യങ്ങളൊന്നും കാണില്ല, ഏട്ടന് ഇഷ്ടമല്ല. അപ്പം അതിൻ്റെ മെയിൻ ഇങ്ങനെ വന്നിട്ട് നീ എന്തിനാ അത് ചെയ്യുന്നത് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാൾ തന്നെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് കുറച്ച് മാറി, ഞാൻ വീഡിയോ ഇടണോ, വീഡിയോ നിർത്തിയാലോ എന്നുള്ള ഒരു രീതിയിലെത്തി ഞാൻ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ, നമ്മൾക്ക് കൂടുതലും കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഫാമിലി വ്ളോഗേഴ്സിന് കണ്ടൻസ് ഒന്നും കിട്ടാറില്ല. കണ്ടൻറ്റ് വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ എടുത്തു തരാനോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയ, ഇപ്പോൾ കുക്കിംഗ് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഷൂട്ട് ചെയ്ത് തരാൻ പറ്റിയ ആളോ ആരെങ്കിലും നമുക്ക് സപ്പോർട്ടിന് വേണം. ഇതെനിക്ക് ആരും സപ്പോർട്ടില്ല, ഞാൻ തന്നെ എടുത്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് അങ്ങനെയാണ് ഞാനെല്ലാം ചെയ്യാറ്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ കണ്ടൻസ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ എനിക്ക് നന്നായി കുക്ക് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് ഞാനെന്നുണ്ടെങ്കിൽ എനിക്കൊരു കുക്കിംഗ് ചാനൽ തുടങ്ങാം. എനിക്ക് അതത്ര അറിവില്ല. നമ്മൾക്ക് അറിവുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടല്ലേ നമ്മൾക്കൊരു കണ്ടന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇങ്ങനെ നമ്മുടെ വ്ളോഗായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പക്ഷെ ഞാൻ മാത്രമല്ല, ഒരുപാട് വ്ളോഗേഴ്സുണ്ട്, ഫാമിലി വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരും ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് വരുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ ചാനൽ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ കൂടുതൽ പേരും പറയുന്നത് നീ ഇന്നിട്ട് വീഡിയോ നന്നായിട്ടില്ല കേട്ടോ, നീ ഇന്നിട്ട് വീഡിയോ നന്നായിട്ടില്ല, അങ്ങനെ കുറേ പേര് എൻ്റെ നെഗറ്റീവ്സ് ഒക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്യാമെന്ന്. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. ഇനി ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഇനി എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ നിലവിൽ ചാനൽ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല കണ്ടൻസ് കൊണ്ടുവരാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എന്താകുമെന്ന് നമുക്ക് നോക്കാം.